അപ്പോൾ ഇന്നൊരു കപ്പ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണി ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ടു, അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം സബോള ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തു. അതിലേക്ക് മല്ലിപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി അതേ ഒന്ന് സോട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മുളകും പൊടി ഒന്ന് സോട്ട് ചെയ്തു. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് അരിഞ്ഞ് വെച്ചാൽ തക്കാളി ഇട്ടു കേട്ടോ. തക്കാളി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. നല്ലോണം വെന്തുടഞ്ഞ് കിട്ടണം. നമുക്ക് ബിരിയാണിക്കൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അത് നല്ലോണം മിക്സ് ചെയ്തു, അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതിലേക്ക് ഇട്ടു കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചണേ. അത് കഴിഞ്ഞിട്ട് കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടു. അത് നല്ലോണം മിക്സാക്കി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചു കേട്ടോ. അപ്പോൾ അടച്ചു വെച്ച് വേവിച്ച നേരം കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പ അല്ലെങ്കിൽ പൂള കൊള്ളിക്കിഴങ്ങ് ആ സാധനം ചെറുതാക്കി നുറുക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഊറ്റിയിട്ട് നല്ലോണം കുത്തി ഉടയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഈ ഗ്രേവിയും കപ്പയും കൂടി നല്ല മിക്സ് ആവണം കേട്ടോ. കുത്തി ഉടച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും നമ്മൾ മിക്സ് ആക്കുമ്പോൾ ഒന്നൊന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നല്ലോണം മിക്സ് ആവും. കപ്പയാണ് ആ സാധനം കാണരുത്, അതേപോലെ മിക്സാക്കി എടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എല്ലുള്ള കഷ്ണം വേണം എടുക്കാൻ. ഇനിയിപ്പോൾ ഞാൻ ചിക്കനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ബീഫിൽ ഉണ്ടാക്കുന്നവരാണെങ്കിലും ബീഫിൻ്റെ എല്ലിടണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. കഴിക്കേണ്ട മുമ്പ് ചെറിയതായിട്ട് സവാള അരിഞ്ഞിടണേ.